എല്ലാവർക്കും നമസ്കാരം. SPR പാചകലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി ചമ്മന്തിയാണ്. നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അന്നേ ദിവസം എന്താണ് കറി ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയാണ് നമ്മുടെ പ്രധാന ചിന്ത. അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ചാറുകറി എന്തെങ്കിലും വേണം, മെഴുക്ക് പുരട്ട്, പിന്നെ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ദിവസം കറി ഒപ്പിക്കണം. അപ്പം ഞാനങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്ത വന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ചമ്മന്തി നമ്മൾ പലതരത്തിൽ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. മാങ്ങാ ചമ്മന്തി, തേങ്ങ ചുട്ട് ചമ്മന്തി, അതുപോലെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, മറ്റ് പലതരത്തിലുള്ള ചമ്മന്തികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഉള്ളി, തക്കാളി ഇതൊക്കെ വെച്ച് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരു ഉണക്കക്കൊഴുവയുടെ ചമ്മന്തിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഉണക്കക്കൊഴുവ ഇവിടെ ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്ത ഉണക്കക്കൊഴുവയാണ്. അപ്പോൾ ഇത് ഉണക്കക്കൊഴുവയുടെ ചമ്മന്തി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നൊന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ ചെറിയ കൊഴുവയായതുകൊണ്ട് പിന്നെ ഇതിന് പ്രത്യേകിച്ചൊന്നും കളയാനൊന്നുമില്ല. അപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ ഇതുപോലെ നമ്മളെന്തെങ്കിലുമൊക്കെ ചെറിയ ഇതുപോലെയുള്ള ഉണക്കക്കൊഴുവകളോ ചെമ്മിനോ ഒക്കെ വാങ്ങിച്ച് വെച്ചാൽ നമുക്കിതുപോലെ ഒരു അവശ്യ സർവീസായിട്ട് നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ചമ്മന്തിയോ ഇത് വറുത്തോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഉണക്കക്കൊഴുവ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ആവശ്യമായിട്ട് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് ഒരു 5-6 കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഉള്ളി, ഇടിമുളക്, മുളക് പൊടി, ഇത്രയുമാണ് ഞാൻ ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ ചമ്മന്തിക്ക് എരിവ് നന്നായിട്ട് വേണം. ഉണക്കക്കൊഴുവ ആയതുകൊണ്ട് നല്ല എരിവ് വേണം. അപ്പോൾ കൊണ്ട് അവരവരുടെ ആവശ്യത്തിന് എരിവെടുക്കാം. ഞാൻ ഇത്തിരി അധികം എരിവ് ചേർക്കുന്നുമില്ല. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിലേക്ക് നമുക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മുടെ ഈ ഉണക്കക്കൊഴുവ ഇട്ട് കൊടുക്കുന്നു. നേരിയ തീ വളരെ കുറച്ച് നമ്മളിത് ഒന്ന് വറുത്തെടുക്കുക. അധികം കരിഞ്ഞു പോകരുത്. അപ്പോൾ തീ കുറച്ചിട്ട് വറുത്തെടുത്താൽ മതി. കരിഞ്ഞു പോയാൽ ചമ്മന്തിയുടെ ടേസ്റ്റ് പോകും. നമ്മളിത് തീ വളരെ കുറച്ച് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എണ്ണയൊന്നും ഒഴിക്കേണ്ട, വെറുതെ ഫ്രൈ പാനിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഈ ഉണക്കക്കൊഴുവ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിനകത്തേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇടിമുളക്, മുളക് പൊടി, ഒപ്പം കാന്താരി, ഉപ്പ് ആവശ്യത്തിനിടുക, ഉള്ളി, ഇത്രയും സാധനം നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇനി അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. അതോടൊപ്പം നമ്മൾ വറുത്ത് ഇവിടെ തണുത്തിട്ടുണ്ട് ഏകദേശം. ആ ഉണക്കക്കൊഴുവയും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാവൂ, കാരണം ഇത് അടിയിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് ഏറ്റവും മീതയിൽ വേണം ഉണക്കക്കൊഴുവ ഇടാൻ. തണുത്തതിന് ശേഷം ഉണക്കക്കൊഴുവ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് അരച്ചെടുത്താൽ മതി. നന്നായിട്ട് അരയ്ക്കരുത്. ഒരു എന്താ പറയുന്നത്, നമ്മൾ ഈ അവിയലിനൊക്കെ അരയ്ക്കുന്നതിലും ഒരല്പം കൂടെ ഇതായിട്ടൊന്ന് അരച്ചെടുക്കുക. അല്ലാതെ നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കാൻ പാടില്ല. ഒരു മിശ്രിത രൂപത്തിലായിരിക്കണം ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി ആയിരിക്കും.
ഞാനിതിനു മുമ്പ് ചെയ്തിട്ടില്ല, എന്തായാലും ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഈ ചമ്മന്തി എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ്. അപ്പം ഇത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഉണക്കച്ചെമ്മീനൊക്കെ വറുത്തരയ്ക്കുന്ന പോലെ തന്നെയുള്ളൊരു ചമ്മന്തിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പം ഇതെപ്പോഴും നമ്മളങ്ങനെ ഉണ്ടാക്കാറില്ല. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് കറിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഫ്രിഡ്ജിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ചോറിനും അതുപോലെ തന്നെ കഞ്ഞിക്കുമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മുകളിൽ ഒരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ഇത്തരം ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ധാരാളം കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.